ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വല്ലാത്തൊരു മത്സരം. തീർന്നെന്ന് കരുതിയിടത്ത് നിന്ന് ബ്രസീൽ ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. ജപ്പാനെ 1-2 ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ ഒരു ഗോൾ വഴങ്ങിക്കൊണ്ട് ബ്രസീൽ പിറകിലേക്ക് പോയി. പക്ഷേ രണ്ടാം പകുതിയിൽ ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു ബ്രസീലിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2 കിടിലൻ ഗോളുകൾ ബ്രസീൽ നേടി. അങ്ങനെ മത്സരത്തിന്റെ അവസാനത്തിൽ ബ്രസീൽ വിജയം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ബ്രസീൽ നടത്തിയ ഒരു പ്രകടനം അത് തീപ്പൊരി പ്രകടനമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മത്സരത്തിന്റെ 29ാമത്തെ മിനിറ്റിൽ കൈഷു സാനോ ആണ് ജപ്പാന് വേണ്ടി ലീഡ് നേടിക്കൊടുത്തത്. ഒരു മനോഹരമായ ഗോളായിരുന്നു അത്. അതായത് ഡാനിലോയുടെ ഒരു മിസ്പാസ് വരുന്നു, അത് സാനോ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് മധ്യത്തിലൂടെ അദ്ദേഹം അതിവേഗം കുതിക്കുന്നു. ബോക്സിന് വെളിയിൽ നിന്നും അദ്ദേഹം നിലം പറ്റേയുള്ള ഒരു ഷോട്ട് തീർക്കുന്നു. അത് ഗോളായി മാറുന്നു. അങ്ങനെ 29ാമത്തെ മിനിറ്റിൽ ജപ്പാൻ ലീഡെടുത്തു. അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി ബ്രസീൽ ആദ്യ പകുതിയിൽ തന്നെ പരമാവധി ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. രണ്ടാം പകുതിയിൽ എൻറിക്കിനെ കാർലോ ആഞ്ചലോട്ടി കൊണ്ടുവന്നു. രണ്ടാം പകുതിയുടെ 56ാമത്തെ മിനിറ്റിൽ ബ്രസീലിന്റെ സമനില ഗോൾ പിറന്നു. അതായത് നിരന്തരം ബ്രസീൽ ആക്രമണങ്ങൾ നടത്തി, നിരന്തരം ക്രോസുകൾ നടത്തി. അങ്ങനെ ഒരു ക്രോസ് വരുന്നു, ഗബ്രിയേലിന്റെ ക്രോസ് ആയിരുന്നു. കാസമിറോ അത് കൃത്യമായി കൊണ്ട് ഹെഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അവിടെ കാസമിറോയുടെ ഹെഡർ ഗോളിലൂടെ ബ്രസീൽ സമനില നേടിയെടുത്തു. പിന്നീടും നിരന്തരം ആക്രമണങ്ങളാണ് ബ്രസീൽ നടത്തിയത്. വിജയ ഗോളിന് വേണ്ടി അവസാനം വരെ ബ്രസീൽ പൊരുതി എന്നുള്ളതാണ്. അവസാനത്തിൽ അത് ഫലം കാണുകയും ചെയ്തു. 95ാമത്തെ മിനിറ്റിൽ മനോഹരമായ ഒരു പ്ലേ ആയിരുന്നു. അങ്ങനെ ബ്രൂണോ ഗിമ്രസിന് ബോക്സിന് അകത്ത് നിന്ന് പന്ത് ലഭിക്കുന്നു. അത് വളരെ മനോഹരമായിക്കൊണ്ട് അദ്ദേഹം ഗബ്രിയേൽ മാർട്ടിനെല്ലിക്ക് കൈമാറുന്നു. മാർട്ടിനെല്ലി അത് കിടിലനായിക്കൊണ്ട് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. 95ാമത്തെ മിനിറ്റിലാണ് ബ്രസീലിന്റെ വിജയ ഗോൾ പിറന്നത്. അതിനുശേഷം വലിയ ഒരു ആഘോഷമാണ് അവിടെ അരങ്ങേറിയത്. അങ്ങനെ 1-2 ഗോളുകൾക്ക് ബ്രസീൽ ജപ്പാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പ്രീ ക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കിയിരിക്കുന്നു. ബ്രസീലിന്റെ ഒരു ആധിപത്യം കണ്ട മത്സരമായിരുന്നു ഇത്. ജപ്പാൻ കൗണ്ടർ അറ്റാക്കുകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നോർവേയും ഐവറി കോസ്റ്റും തമ്മിലുള്ള ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിൽ വിജയിക്കുന്നത് ആരാണോ അവരായിരിക്കും ബ്രസീലിന്റെ അടുത്ത എതിരാളികളായിക്കൊണ്ട് വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.